പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിസ് മരിയ ജോസ്. എൻ്റെ ഇടവക തകഴി സെൻറ്റ് റീത്താസ് ചർച്ചാണ്. ഞാൻ മാരീഡാണ്. എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് ചമ്പക്കുളം സെൻറ്റ് മേരീസ് ഇടവകയിലേക്കാണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ പെട്ടെന്ന് സ്പാർക്ക് കിട്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലിക്കായ ഒരു സാക്ഷ്യമാണ്. അത്രയും ഫാസ്റ്റിലാണ് എൻ്റെ കാര്യം നടന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഈ വർഷമാണ്, 2024 ഓഗസ്റ്റ് 21-നാണ്. അതായത് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഉടമ്പടി എടുത്തിട്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഞാനിവിടെ വന്നാൽ ഈ സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റുമോ? കാരണം എല്ലാവരും കുറേ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒട്ടനവധി സാക്ഷ്യങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ഈ സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റുമെന്ന് നല്ലൊരു ഭയമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓഗസ്റ്റ് മാസം 21-ന് ഞാനിവിടെ വരുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയാമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരണമെന്നോ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ MSc B.Ed ഗ്രാജുവേറ്റ് ആയിരുന്നു. അതിനുശേഷം 1.5 വർഷമായിട്ട് ഞാൻ സ്കൂളിലും കോളേജിലുമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കല്യാണം ഈ വർഷം ഏപ്രിൽ 6-നാണ് കഴിഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫാമിലീസിൻ്റെ 2 കുടുംബത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാനും പുറത്തേക്ക് പോകാൻ അവർ 2 കുടുംബം ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞങ്ങളും അത് ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാൻ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ആണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം അത് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളിവിടെ അച്ഛൻ പറയുന്നത് പോലെ മെറിറ്റ് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവരും അതിനെക്കുറിച്ചാണല്ലോ ആദ്യം ചിന്തിക്കുക. എനിക്കിപ്പം ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയതോ PGക്ക് അഡ്മിഷൻ കിട്ടിയതോ B.Edന് അഡ്മിഷൻ കിട്ടിയതോ ആ മെറിറ്റ് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് മനസ്സിലായത്, എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര മാർക്കുണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഡിഗ്രിക്ക് 94% മാർക്കായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ജർമ്മനിയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ ലെറ്ററൊക്കെ നേരത്തെ വന്നു. പക്ഷേ പ്രശ്നം അതല്ലായിരുന്നു. അഡ്മിഷൻ ലെറ്റർ ലഭിച്ചതിന് ശേഷം നമ്മൾ വിസ പ്രോസസ്സിങ്ങിലേക്ക് കടക്കുകയാണ്. വിസ പ്രോസസ്സിങ്ങിലേക്ക് കടക്കുമ്പോൾ APS എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ജർമ്മൻ എംബസി ഡൽഹിയിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റാണത്. ആ സർട്ടിഫിക്കറ്റ് നോർമലി ഒരാൾക്ക് കിട്ടുന്നത് 1, 2, മാക്സിമം 3 മാസത്തിനുള്ളിൽ കിട്ടും. 3 പോവില്ല. ഞാൻ അന്വേഷിച്ചവരൊക്കെയും 2 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയവരുണ്ട്, പ്രത്യേകിച്ച് ഈ വർഷം 2024. പക്ഷേ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഫെബ്രുവരി 11-ാം തീയതി അപ്ലൈ ചെയ്തിട്ട് ഓഗസ്റ്റ് 29 എനിക്കത് വന്നില്ല. 6 മാസത്തോളം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. എനിക്ക് വിൻ്റർ സെമസ്റ്റർ, അതായത് ഒക്ടോബർ മാസം എൻ്റെ ക്ലാസ്സുകൾ തുടങ്ങും. എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അടഞ്ഞെന്ന് തോന്നി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മാർക്ക് അവിടെ ഒരു പ്രസക്തി ഇല്ലാതായി മാറി. ഞാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് മേടിച്ചെന്നുള്ളത് പ്രസക്തി ഇല്ലാതായി മാറി. ഞാൻ ഒന്നുമല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകുകയെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 21-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് കൃത്യം 9 ദിവസത്തിന് ശേഷം 30-ാം തീയതി എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 9 ദിവസം കൊണ്ട് ഈ 6 മാസം നടക്കാത്ത കാര്യം എൻ്റെ മാതാവ് എനിക്ക് നേടിത്തന്നു. ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റായി. കഴിഞ്ഞ 27-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം, ഇന്ന് 29 27-ാം തീയതി എനിക്ക് എൻ്റെ വിസ ലഭിച്ചു. പാസ്പോർട്ടിൽ ഇപ്പോൾ എൻ്റെ വിസയുണ്ട്. എനിക്ക് ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് പഠിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിച്ചൊരു കാര്യം, ഒക്ടോബറിൽ ഞാൻ ചിലപ്പം നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ മെറിറ്റ് ആയിരുന്നെങ്കിൽ ഒക്ടോബറിൽ ചെല്ലേണ്ടതല്ലേ. പക്ഷേ മാതാവിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ഈ സമയത്ത് ചെല്ലണം എന്നായിരിക്കും. ഇപ്പോൾ കുറേ കഷ്ടപ്പാടുകൾ ഞാൻ സഹിക്കേണ്ടി വരും, അല്ലെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് താമസ സൗകര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ ഒരു ജപമാല നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു ജപമാല ഞാൻ മെയ് മുതൽ എൻ്റെ കയ്യിൽ ഈ ജപമാല ഇരിക്കുന്നു. ഇത് ഏകദേശം കുറച്ച് കളറൊക്കെ ഇളകിപ്പോയി അങ്ങനത്തെ ഒരു ജപമാല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, എൻ്റെ കണ്ണീര് കണ്ട ജപമാല ഇത്. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പം നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലില്ലേ, അതുപോലെ എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ഓടി ചെല്ലുന്നത് ഈ ജപമാല എടുക്കാനാണ്, കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം എൻ്റെ കാശ് രൂപ ഞാൻ കോർത്തിട്ടിട്ടുണ്ട്. ഇത് പിടിക്കുമ്പോൾ എനിക്ക് ധൈര്യമാണ്. എൻ്റെ കൂടെ മാതാവുള്ള ധൈര്യം എനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം മാത്രമുള്ളെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു കാര്യമാണ്. വെറും 9 ദിവസം കൊണ്ട് എനിക്ക് സംഭവിച്ച വലിയൊരു അത്ഭുതമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവെച്ചത്.
അതോടൊപ്പം ഞാൻ എല്ലാ ദിവസവും മെയ് മുതൽ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പങ്കെടുത്തിട്ടുണ്ട്. ഒരു ദിവസം മാത്രം, ഒരു വെള്ളി മാത്രം എനിക്ക് പോകാൻ പറ്റിയില്ല. ബാക്കി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം പറയുമ്പോൾ പത്രം കൊടുക്കുന്ന കാര്യം, പത്രം കൊടുക്കുന്നത് ഞാൻ നമ്മുടെ ഇവിടുന്ന് പത്രം എല്ലാ മാസവും വരുമായിരുന്നു, പത്രം വാങ്ങുമായിരുന്നു. പത്രം വാങ്ങിയിട്ട് ഒരിക്കൽ മാത്രം എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര ഒരു ചമ്മലുണ്ടാവുമല്ലോ, നമുക്ക് എല്ലാവർക്കും അയ്യോ ഇത് എവിടെ കൊടുക്കണം, ആരെങ്കിലും വാങ്ങിക്കുമോ, ആരെങ്കിലും നമ്മളെ മോശം വിചാരിക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2-ാം മാസമൊക്കെ എനിക്ക് നമ്മുടെ ഈ ആലപ്പുഴയിൽ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ബോട്ട് സർവീസൊക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ആ ഒരു ഏരിയയിലൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സിന് ശക്തി കിട്ടി. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു കോളനിയുണ്ട്, അവിടെ പോയി പത്രങ്ങൾ വിതരണം ചെയ്യാൻ എനിക്ക് പറ്റി. അങ്ങനെ ഈ 3 മാസത്തിൽ തന്നെ എനിക്ക് ഏകദേശം കുറച്ച് പേരിലേക്കെങ്കിലും എൻ്റെ മാതാവിനെ ഈശോനെ എത്തിക്കാൻ സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വേറൊരു പ്രേക്ഷിത പ്രവർത്തനം ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. അതൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെ ഈശോ പിടിച്ചുകൊണ്ട് പോയി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. എനിക്ക് അങ്ങനെ പറയാൻ അത് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 2015-18 കാലഘട്ടങ്ങളിൽ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ PGക്ക് ഞാൻ കോട്ടയത്തേക്ക് പോയപ്പോൾ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു, സൺഡേ സ്കൂൾ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ പിന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നെ. ഞാൻ BEd ചെയ്തപ്പോൾ പിന്നെ ഈശോ എന്നെ പിടിച്ചുകൊണ്ട് പോയി സൺഡേ സ്കൂളിൽ ചേർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇത് കണക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കല്യാണം കഴിയുമ്പോൾ നമ്മൾ ഇടവക മാറുമല്ലോ, അപ്പോൾ പിന്നെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ നിന്നുവല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ ഈശോനെ പിടിച്ചുകൊണ്ട് സെയിം ഇടവകയിൽ തന്നെ കൊണ്ടിട്ട്, അതായത് എൻ്റെ മാതൃ ഇടവകയിൽ തന്നെ കൊണ്ടിട്ടിട്ട് ഇപ്പോഴും ഞാനവിടെ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിനെ പിടിച്ചുകൊണ്ട് പോയി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ തോന്നുന്നു. കാരണം ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ടോ അധ്യാപികയായിട്ടോ വർക്ക് ചെയ്യാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. പോയിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവരിക എന്നത് വലിയ അനുഗ്രഹമാണ്. അതിനും എൻ്റെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പ്രായമുള്ളവരെയും അതുപോലെ തന്നെ രോഗികളെയും നമ്മുടെ അടുത്തുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കാൻ ഞാൻ പോകാറുണ്ട്. പക്ഷേ എനിക്ക് വൃദ്ധസദനത്തിലും അങ്ങനെ പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അടുത്തുള്ള നമ്മുടെ വലിയപ്പച്ചന്മാർ, കടപ്പ് രോഗികളായിട്ടുള്ള അപ്പച്ചന്മാർ, അങ്ങനെ പോകാൻ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ മരിച്ചടക്കുകളിലൊക്കെ കൂടുതൽ പങ്കെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ അവർ വീട്ടിൽ പോയി കാണും, തിരിച്ചു പോരും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പൂർണ്ണമായിട്ടും ആ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ ഞാൻ കൂടുതലായി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറയുന്നത്, എനിക്ക് 2 കോൺടാക്ട് നമ്പർ കിട്ടി. അതായത് ആ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുന്ന 2 കുട്ടികളുടെ നമ്പർ കിട്ടി. ആദ്യം കിട്ടിയ 2 നമ്പറുകൾ, അതിൽ ഒന്നാമത്തെ ആളുടെ പേര് മരിയ എന്നായിരുന്നു, മേരി എന്ന ആളുടെ പേര്. രണ്ടാമത്തെ ആളുടെ പേര് റോസ് എന്നായിരുന്നു. അതെനിക്ക് അത് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും. അത് മാതാവുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 പേരാണ് എനിക്ക് ആദ്യം അവിടെ കോൺടാക്റ്റ് കിട്ടുന്നത്. പിന്നെ ഒത്തിരി പേരെ കിട്ടിയെങ്കിലും ഇവർ 2 പേരും വഴിയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയുന്നതും അവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളും. പ്രാർത്ഥനയിലാണ് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ. അതുപോലെ തന്നെയാണ് കുടുംബ പ്രാർത്ഥനയിൽ. അത് പണ്ടും മുടങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും കൂടുതൽ തീക്ഷ്ണമായിട്ട് നമ്മൾ ജപമാല ചൊല്ലുമ്പം ഓരോ ജപമാലയിലും ഓരോരുത്തരെ സമർപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള നിയോഗങ്ങൾ, ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു ബന്ധു എന്നോട് പറയുവാണ് ഇന്ന കാര്യം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥന, നമ്മളിപ്പം അത് ശ്രമിക്കും കൂടുതൽ. അവരെ ഓർത്ത് ആ ജപമാല ചെല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരിപ്പോൾ പറയും എടാ ഇതുപോലെ ഒരു ടെൻഷനിലൂടെ കടന്നു പോവുകയാണ്, വിഷമമാണ്, അപ്പം നമ്മൾ പറയും ഇത് ചെല്ല്, അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഇന്നടുത്ത് പോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിൽ. ഇതുപോലെ OET എക്സാം എഴുതി പാസ്സായ ഒരു കുട്ടിയോട് ഇതുപോലെ ഓഫർ ലെറ്റർ വരാതിരുന്നപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കൃപാസനത്തിൽ പോകണമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇതുപോലെ എന്നെപ്പോലെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പം എല്ലാവരും വരും. അങ്ങനെയാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ മാതാവിന് തിരുക്കുവാനും 1000 നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം